ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇതുപോലത്തെ അല്ല നിങ്ങളുടെ ഫോട്ടോ വരച്ച ഒരു പോർട്രേറ്റ് തലതിരിച്ച് വരച്ച ഒരു പോർട്രേറ്റ് സമ്മാനമായിട്ട് കിട്ടുക. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ഗിവ് അവേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ദുൽഖർസൽമാന് വേണ്ടിയിട്ട് ചെറിയൊരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ട്. അത് വരച്ചേക്കണം, തല തിരിച്ചാണ് വരച്ചേക്കണം. അത് മിററിൽ നോക്കിയാലാണ് എന്താ എഴുതിയേക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കുക. അപ്പോൾ കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് അത് വരച്ചതെന്നുള്ളത്. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് തല തിരിച്ച് ABC എന്നുള്ള ലെറ്റേഴ്സ് ഒന്നും എഴുതി കാണിച്ചു തരാണ്. അപ്പോൾ ഇത് നമുക്ക് മിററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നേരായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മിറർ റൈറ്റിംഗ് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് തേഴ്സ്ഡേന്ന് മോളിൽ കാണാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ 3 ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എഴുതിയേക്കുന്നതാണ്. നമുക്ക് പേജ് മറിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വായിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നമ്മുടെ കുഞ്ഞിക്കാക്ക് പോർട്രേറ്റ് വരച്ചപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇക്കാടെ പേര് ഞാനൊന്ന് ഇതുപോലെ തലതിരിച്ച് എഴുതിയേക്കുവാണ് മിറർ റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കിത് കണ്ണാടി നോക്കുവാണെങ്കിൽ നമ്മുടെ ദുൽഖർസൽമാൻ എന്ന പേരെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് നമ്മുടെ ഷോർട്ട് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ണാടി കാണിക്കുമ്പോൾ കാണുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോയിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി നോക്കുക, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട് മുഴുവനായിട്ട്. അപ്പോൾ നമുക്ക് സീക്രട്ട് ഡയറി എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ മിറർ റൈറ്റിംഗ് എഴുതാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീക്രട്ടൊക്കെ എഴുതി സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് മുഴുവൻ എഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. കുഞ്ഞൊരു വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഏതാണോ ആ കമൻറ്റിനായിരിക്കും ഞാൻ പോർട്രേറ്റ് വരച്ച് നൽകുക. കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പോലത്തെ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെയും വരച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും, കമൻറ്റ് ഇടുന്ന വ്യക്തിക്കായിരിക്കും ഞാൻ കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ വിന്നറെ ഞാൻ പറയാൻ പോണത് ആഫ്റ്റർ ഒരു 20 ഡേയ്സിന് ശേഷമായിരിക്കും. ബിക്കോസ് നേരത്തെ നമ്മൾ ഇട്ട ഒരു വീഡിയോക്ക് വാൽക്കണ്ണാടിയുടെ ഒരു വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ട് 4 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് പെട്ടെന്ന് അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കുറേ പേർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. വാൽക്കണ്ണാടി കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻറ്റ്സ് ലൈക്കൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി എനിക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഗിവ് അവേ കൊടുത്തുകൊണ്ട് ഒത്തിരി പേർക്ക് സങ്കടമായിട്ടുണ്ട്. കുറേ പേർക്ക് ഇനിയും കൂടുതൽ ലൈക്സ് കിട്ടിയതിനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും ടെക്സ്റ്റൊക്കെ വന്നിട്ടുണ്ട്, കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് നമ്മുടെ വർക്ക്സ് കണ്ടാലോ. കുറേ പേരെന്നോട് ബാൽക്കണി ടൂർ ചെയ്യോ ഹോം ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ചെറുതായിട്ട് നമ്മുടെ ബാൽക്കണിയുടെ വെച്ചേക്കണം സെറ്റ് ചെയ്തേക്കണ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേസ്റ്റ് വെച്ചിട്ട് ചെയ്തേക്കണ ഒരു ചെറിയൊരു ക്യാൻവാസാണ് ഇത് CD ചെയ്തേക്കണേ. ഇത് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തേക്കണേ പുകവിടുന്ന പൂതവും നമ്മുടെ സ്റ്റാൻഡൊക്കെയാണ്. ഇത് മാക്രമേ ത്രെഡ് വെച്ച് ചെയ്തേക്കുന്നതാണ്, ഹാങ് ചെയ്തിട്ടേക്കണ ചെടിയൊക്കെ തൂക്കിയിട്ടാണ്. അതൊരു മൂങ്ങയാണ്. ഇതൊക്കെ കൂടുതലും വോൾപുട്ടി വർക്ക്സ് ആണ്. അതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കുണ്ടോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇതായിരിക്കണേ ഗ്രൂട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പുല്ല് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ പൂവാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് വാടി പോകത്തില്ല കേട്ടോ. അത് കുറേ ദിവസമായി ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പുല്ല് അങ്ങനെ വാടിപ്പോകത്തൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ 20 ഡേയ്സ് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 20 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ലൈക്സും കമൻറ്റൊക്കെ ആയിരിക്കും കൗണ്ട് ചെയ്തിട്ട് നമ്മൾ വിന്നറിനെ സെലക്ട്. അപ്പോൾ നമ്മുടെ പോർട്രേറ്റ് ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തലതിരിച്ചിട്ട് ഒരു പടം ഞാൻ വരച്ച് നോക്കണേ. തലതിരിച്ച് മിറർ റൈറ്റിംഗ് ആയിട്ട് ഒരു പോർട്രേറ്റ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇതുപോലത്തെ അല്ല നിങ്ങളുടെ ഫോട്ടോ വരച്ച ഒരു പോർട്രേറ്റ് തലതിരിച്ച് വരച്ച ഒരു പോർട്രേറ്റ് സമ്മാനമായിട്ട് കിട്ടുക. അപ്പോൾ ബൈ.